ഈ ബലിതർപ്പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്ന് ആലുവ മണപ്പുറമാണ്. ആലുവ മണപ്പുറത്തിന്റെ ഒരു പേരും പെരുമയും ഒക്കെ നമുക്കറിയാമല്ലോ. അവിടെ എത്തി ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് വലിയ ഒരു ആത്മശാന്തിയുടെ സമാധാനം എത്തുന്ന മനുഷ്യർക്ക് വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് അർച്ചന കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മധ്യ കേരളത്തിലെ ഒട്ടുമിക്ക വിശ്വാസികളും ചെന്നെത്തുന്ന ഇടം കൂടിയാണ് ആലുവ മണപ്പുറം എന്ന് പറയുന്നത്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ മനു. അർച്ചന, ആലുവയിൽ മണപ്പുറത്ത് തിരക്കെങ്ങനെയുണ്ട്? മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണല്ലോ വിശ്വാസികളെ സംബന്ധിച്ച് ആലുവ മണപ്പുറം എന്ന് പറയുന്നത്. പ്രത്യേകം സൗകര്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്? മനു, പുലർച്ചെ 2:30 കൂടി തുടങ്ങിയ തിരക്കാണ്. ഇപ്പോഴും നമുക്ക് പിന്നിൽ കാണുന്ന ജനക്കൂട്ടത്തെ കാണാം. കാരണം ഇന്നലെ വരെ എത്തിയ ആളുകളുണ്ട്. ഇവിടെ രാവിലെ നല്ല ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ മഴയൊന്ന് മാറി നിന്നതോടെ തിരക്ക് വീണ്ടും കൂടിയിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് തന്നെയാണ് ആലുവ മണപ്പുറത്ത് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. പെരിയാറിന്റെ തീരം ഇത്തരത്തിൽ ഭക്തജനങ്ങളെ കൊണ്ട് കവിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, മഴ ശക്തമായത് കൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്ത് ജലനിരപ്പ് ഉയരുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രായമായവർ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇത്തരത്തിൽ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 500ഓളം പോലീസാണ് ഇവിടെ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയായി ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക സ്കൂബ ടീം പെരിയാറിന്റെ തീരത്ത് ഇങ്ങനെ വളയം വെക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 2:30 കൂടി ആരംഭിച്ചത്. ഏകദേശം 61ഓളം ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിരവധി പേർ ഇത്തരത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. 61 ബലിത്തറകളിലായി നിരവധി ശാന്തിമാർ ഇത്തരത്തിൽ ചടങ്ങുകൾ എല്ലാം ചെയ്യാനായി ഇരിക്കുന്നുമുണ്ട്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഇവിടെ എത്തി ബലിതർപ്പണം ചെയ്യും. ശിവരാത്രി നമുക്കറിയാം, ഈ കർക്കിടക വാവ് മാത്രമല്ല, ശിവരാത്രിയിലും ഇത്തരത്തിൽ വലിയ ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും. ഒരു മഴ എന്നൊരു വെല്ലുവിളി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴയൊന്നും മാറി നിന്നിട്ടുണ്ട്. അതോടുകൂടി വലിയ ജനത്തിരക്ക് ഇവിടെ എത്തുന്നുമുണ്ട്. ആളുകൾ കൂട്ടത്തോടെ എത്തുന്നുമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തുന്ന ആളുകളാണ്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ മാതാപിതാക്കളുടെയും ഒപ്പം വേർപെട്ടുപോയ ഒരുപാട് ആളുകളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തുന്നത്. നിരവധി ആളുകൾ ഇവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുകയാണ്. ഉച്ചവരെ ഈ തിരക്ക് ഇങ്ങനെ തുടരും. പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. ശരി, നമുക്ക് കണ്ണൂരിലേക്ക് കൂടെ പോകാം. നദിക്കരയിലാണ് ഈ കണ്ട സ്ഥലങ്ങളിലൊക്കെ തിരുനാവായകയിലായാലും തിരുവനന്തപുരത്ത് വർക്കലയിലായാലും അരുവിത്തറയിലായാലും നമ്മൾ ബലിതർപ്പണ ചടങ്ങുകൾ കണ്ടത്.